വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ചക്ക ഇട്ടാലോ എന്നൊരാലോചന. പിന്നെ ലൈറ്റൊക്കെ കത്തിച്ച് കുടുംബസമേതം പ്ലാവിൻ്റെ ചുവട്ടിലേക്ക് ചെന്ന് ആദ്യം കണ്ട ചക്ക വെട്ടിയെടുത്തു. അരക്ക് വെള്ളം ഒഴുകുന്ന പോലെയാണ് ഒഴുകുന്നത്. പിന്നെ അത് ചുവന്നുകൊണ്ടുവന്ന് മുറിക്കലാണ്. മുറിച്ചപ്പോൾ നിർഭാഗ്യവശാൽ അത് പഴുത്തതാണ്. ചക്കയിടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെയും പ്ലാവിൻ്റെ ചുവട്ടിലേക്ക് അടുത്ത ചക്ക 2 കൊട്ടൊക്കെ കൊടുത്ത് പഴുത്തിട്ടില്ല എന്നൊരു ബോധ്യത്തിൽ വീണ്ടും എടുത്തു. അതും കൊണ്ടുവന്നു. എന്താണേലും മുറിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. മുറിച്ച് നോക്കി, പിന്നെ പരാജയം, അതും പഴുത്തത്. എന്താണേലും അടുത്ത ചക്ക മുകളിലുള്ളതെന്ന് കണ്ടെത്തി. ഏണി എടുത്ത് വെച്ചൊന്ന് കയറി അതിൽ മൂത്തതെന്ന് ഉറപ്പിച്ച് ഒരെണ്ണം താഴേക്കിട്ടു. താഴെ വീണു. അതെടുത്ത് ഒന്നോടെ കൊണ്ടുവന്ന് ഒരു കോടാലി ഉപയോഗിച്ച് വെട്ടി മുറിച്ചു. പിന്നെ ചക്ക ഒരുക്കലാണ്. അച്ഛനും അമ്മയും ആരതിയും എല്ലാവരും ഉണ്ട്. പിന്നെ ചെറിയ തമാശകളും ചെറിയ കളിപറച്ചിലുകളുമൊക്കെയായി ചക്ക എരിഞ്ഞു. ഈ തലയും വാലും വെട്ടി ഇങ്ങനെ ചക്ക എരിയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ എരിയുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ടാകും. എടുത്തു വച്ച ചക്കയിലൊക്കെ നിറയെ അരക്കുണ്ട് കേട്ടോ. അതെല്ലാം തൂത്ത് മിനുക്കിയാണ് ഈ പണി നടക്കുന്നത്. എന്തായാലും പുറത്തിരുന്ന് കൊതുകിൻ്റെ കുത്തിൽ കൊള്ളണ്ട എന്നുള്ള ബോധ്യം കൊണ്ടാവാം ഞങ്ങൾ അകത്തേക്ക് കയറി. പെരയ്ക്കകത്തിരുന്നായി പിന്നത്തെ കലാപരിപാടി. സമയം കുറേ മുന്നോട്ട് പോയി കേട്ടോ. അരിയൽ മഹാമഹം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ആ സമയത്ത് അടുപ്പിൽ തീ പിടിപ്പിച്ചു. ഗ്യാസിന് നല്ല ക്ഷാമമായതുകൊണ്ട് അടുപ്പിൽ തന്നെ വെച്ചേക്കാൻ തീരുമാനിച്ചു. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അത് അടുപ്പത്തേക്ക് വെച്ചു. വിറകുണ്ടായിരുന്നു. എന്തായാലും വിറക് നന്നായി ആളി കത്തുന്നുണ്ട്. ആ കത്തുന്ന തീയിൽ എണ്ണ തിളച്ചുകൊണ്ടേയിരുന്നു. എണ്ണ തിളയ്ക്കുമ്പോൾ ഒരു പിടി ചക്ക വാരിയെടുത്ത് അതിലേക്ക് ഇടണമെന്ന ആകാംക്ഷയിൽ ഞാനും സമയമായി ആ ഒരു പിടി ചക്ക വാരിയിട്ടു. അത് പതിയെ ഇളക്കിക്കൊണ്ടിരുന്നു. നല്ല മൊരിഞ്ഞ പരുവമായപ്പോൾ എടുത്തു മാറ്റി വെച്ചു. ചക്ക വറുത്തത് അങ്ങനെ പൂർത്തിയായി. ഇനി ടേസ്റ്റ് നോക്കലാണ്. നമ്മൾ ഇടുക്കിക്കാർക്ക് ചക്കപ്പുഴുക്കും ചക്കക്കുരുവും ചക്ക വറുത്തതും ഇല കൊണ്ടുള്ള അടയുമെല്ലാം ഒരു നൊസ്റ്റാൾജിയാണ്. അതൊക്കെ ആസ്വദിച്ചിട്ടുള്ളവർ, അതൊക്കെ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.